സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന്റെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒരു സെറ്റ് തന്നാൽ ഒരു സെറ്റിന്റെ അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട്, ഗ്രേറ്റസ്റ്റ് എലമെന്റ്, ലീസ്റ്റ് എലമെന്റ്, സുപ്രീമം, ഇൻഫിമം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റിന് ഡിഫൈൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. നമ്മൾ ഫസ്റ്റ് സെമ്മില് ഒരു സെറ്റ് ഇൻ വിച്ച് പാർഷ്യൽ ഓർഡറിങ് ഇസ് ഡിഫൈൻഡ്. ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്ച്വലി അപ്പർ ബൗണ്ട് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? ഒരു സെറ്റ് എടുത്താൽ എ സബ്സെറ്റ് ഓഫ് എസ് എടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്, അപ്പർ ബൗണ്ടിന് മുന്നേ തന്നെ വേണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് എലമെന്റ് പറയാം. ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഓഫ് എ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഓഫ് എ സം എലമെന്റ്, സേ ഞാൻ ജി എന്നാ വിളിക്കണമെങ്കിൽ ജി എയിലെ എലമെന്റ് ആയിരിക്കണം. എയിലെ എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കണം. ഇതാണ് ഒരു സെറ്റിന്റെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്താണ്? ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഓഫ് എ സെറ്റ് ഇസ് ആക്ച്വലി an element of the set such that it is greater than or equal to എന്ന് യൂഷ്വലി ഒരു പാർഷ്യൽ ഓർഡേർഡ് സെറ്റിൽ പറയാൻ പറ്റില്ല. അതിൽ പ്രിസീഡ്സ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എലിമെന്റ്സും ഇപ്പൊ ചെറുത് വലുത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരിക. ഓർഡർ എന്ന് പറയുന്ന ഒരു റിലേഷൻ, ഒരു ഓർഡർ ആണെങ്കിൽ, പാർഷ്യൽ ഓർഡർ ആണെങ്കിൽ തന്നെ ഒരു ഓർഡർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും. അപ്പോൾ സെറ്റിലുള്ള എല്ലാ എലിമെന്റ്സിനേക്കാളും വലുത് എന്ന് ഞാൻ ഇൻ ദ സെൻസ് ആ ഓർഡർ, ആ റിലേഷൻ വെച്ചിട്ടാണ് കേട്ടോ പറയണേ. ഓക്കെ, അതിനാണ് എന്തെന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം, ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനേക്കാളും വലുതെന്നുണ്ട്, ആ സെറ്റിൽ എല്ലാത്തിനേക്കാളും വലുതെന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ആൻ എലമെന്റ് ഓഫ് ദാറ്റ് സെറ്റ്. ദാറ്റ് സെറ്റിലെ എലമെന്റ് തന്നെ ആയിരിക്കണം, ഇൻ എ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ലീസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് തന്നെ ആവണം? ആ സെറ്റിന്റെ ഉള്ളിലെ എലമെന്റ് ആവണം. ലീസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് എലമെന്റ് എന്ന് പറയും, ഗ്രേറ്റസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് എലമെന്റ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ എൽ എന്ന് വിളിക്കുകയാണെങ്കിൽ എല്ലും എയിലെ എലമെന്റ് ആവണം. സച്ച് ദാറ്റ് എൽ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ പ്രിസീഡ്സ് എവറി എലമെന്റ് ഓഫ് എ. ഓക്കെ, ഇനി അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ ഞാൻ പറയുന്നത് ജസ്റ്റ് ജനറലി ഒരു പാർഷ്യൽ ഓർഡർ സെറ്റിൽ തന്നെ ഇത് തന്നെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും എന്താവും? ഈ പ്രിസീഡ്സ് എന്ന് പറയുന്നതിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും എന്ന് മാത്രം. ഏതൊരു പാർഷ്യൽ ഓർഡർ സെറ്റിലും ജനറലായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ എ എന്നുള്ള സെറ്റിന്റെ അപ്പർ ബൗണ്ട് പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് എസ്, ഇതിൽ തന്നെ ഒരു അപ്പർ ബൗണ്ട് പറയുകയാണെങ്കിൽ, അപ്പർ ബൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പർ ബൗണ്ട് ഓഫ് എ എന്ന് പറയുന്നത്, ഞാനിപ്പോ ക്യാപിറ്റൽ എം എന്നോ അല്ലെങ്കിൽ അപ്പർ ബൗണ്ട് യു എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കും. യു എന്ന് വിളിക്കുവാണെങ്കിൽ യുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് യു എയിലെ എലമെന്റ് ആവണം എന്നില്ല. ആ നമ്മൾ ഓർഡർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് സ്പേസിലാണോ ആ ഫുൾ സ്പേസിൽ ഏത് എലമെന്റ് വേണമെങ്കിലും ആവാം, സെറ്റിൽ തന്നെ വരണമെന്നില്ല. സച്ച് ദാറ്റ് ബാക്കി സെറ്റിലെ എലമെന്റ്സിനേക്കാളൊക്കെ വലുതായിരിക്കണം. അത് ശരിയാണ്. എക്സ് പ്രിസീഡ്സ് യു ഫോർ എവറി എക്സ് ഇൻ എ. ഇതുപോലെ തന്നെയാണ് ലോവർ ബൗണ്ടും. ലോവർ ബൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഈ സെറ്റിൽ തന്നെ എലമെന്റ് ആവണം എന്നില്ല, ആ സ്പേസിൽ ഉണ്ടായാൽ മതി. ഒരു എലമെന്റ്സ് ഞാൻ വി എന്ന് വിളിക്കുകയാണെങ്കിൽ വി എസിൽ ഉണ്ടായാൽ മതി, എയിൽ ഉണ്ടാവണം എന്നില്ല. ഈ വി എങ്ങനെ ആയിരിക്കണം? എല്ലാ എലമെന്റ്സിനേക്കാളും, എയിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതായിരിക്കണം. അതിനാണ് നമ്മൾ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. ഇനി സുപ്രീമം എന്ന് പറയുന്നത് ആക്ച്വലി ജനറലി ഒരു പാർഷ്യൽ ഓർഡേർഡ് സെറ്റിന് ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഒരു വെൽ ഓർഡേർഡ് ആയിട്ടുള്ള സെറ്റിനാണ് ഡിഫൈൻ ചെയ്യുക. അതായത് വെൽ ഓർഡറിങ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓർഡേർഡ് ആയിരിക്കണം. അതായത് ഏത് രണ്ട് എലമെന്റ് എടുത്താലും കമ്പയർ ചെയ്യാൻ പറ്റണം. ഏത് രണ്ട് എലമെന്റ് എടുത്താലും ഒന്നെങ്കിൽ എ പ്രിസീഡ്സ് ബി എന്നോ അല്ലെങ്കിൽ ബി പ്രിസീഡ്സ് എ എന്നോ പറയാൻ പറ്റണം, കമ്പയർ ചെയ്യാൻ പറ്റണം.
കമ്പയർ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ ചില റിലേഷൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിവൈഡ്സ് എന്നുള്ള റിലേഷൻ ആണ് എടുക്കണമെങ്കിൽ എന്ത് പറ്റും? ഞാനിപ്പോൾ 3ഉം 5ഉം എന്ന് എടുത്തു കഴിഞ്ഞാൽ 3ഉം 5ഉം കൂടെ കമ്പയറബിൾ അല്ല. 3 5നെയും ഡിവൈഡ് ചെയ്യണില്ല, 5 3നെയും ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് കമ്പയറബിൾ അല്ല. ഓക്കെ, അപ്പോ ആ സമയം ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ ഒക്കെയാണ് എടുക്കണമെങ്കിൽ എവറി എലമെന്റ് കമ്പയറബിൾ ആണ്. 3ഉം 5ഉം അല്ല ഏതാണെങ്കിലും എടുത്താലും നിങ്ങൾക്ക് ഒരെണ്ണം മറ്റേനേക്കാളും ചെറുതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിനാണ് അങ്ങനെ ഏത് പെയർ ഓഫ് എലമെന്റ്സും കമ്പയറബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ടോട്ടലി ഓർഡേർഡ് സെറ്റ് എന്ന് പറയും. ടോട്ടലി ഓർഡേർഡ് സെറ്റിൽ തന്നെ ഇഫ് എവറി 2 എലമെന്റ് സബ്സെറ്റ് ഹാസ് എ ലീസ്റ്റ് എലമെന്റ്, 2 എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലീസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഏതാന്ന് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് വെൽ ഓർഡേർഡ് സെറ്റ്. ഒരു വെൽ ഓർഡേർഡ് സെറ്റിലാണ് നമ്മൾ സുപ്രീമം ഡിഫൈൻ ചെയ്യണേ. സുപ്രീമം എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ സുപ്രീമം ഓഫ് എ സെറ്റ് denoted by sup A എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് ആക്ച്വലി ക്യാപിറ്റൽ എം എന്ന് ഞാൻ വിളിച്ച ക്യാപിറ്റൽ എം ഇസ് ദി ലീസ്റ്റ് അപ്പർ ബൗണ്ട്, LUB എന്നല്ലെങ്കിൽ വിളിക്കാം. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ആണ്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദി ലീസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് എലമെന്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ അപ്പർ ബൗണ്ട്സ് ഓഫ് എ ആണ്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇൻഫിമം ഡിഫൈൻ ചെയ്യണത്. ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഇൻഫിമം ഓഫ് എ സെറ്റ് എന്നെ ഡിനോട്ട് ചെയ്യുന്നത് ഇൻഫ് എ എന്നാണ്. ഞാൻ ലിറ്റിൽ എം എന്ന് ഡിനോട്ട് ചെയ്താൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് ദി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഓഫ് the set of all lower bounds. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഞാനിപ്പോ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നമുക്ക് പറയാം. റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇത് ഇവിടെ ഇരുന്നോട്ടെ. റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ടുഗദർ വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ നമുക്കറിയാം അതൊരു ടോട്ടലി ഓർഡേർഡ് സെറ്റ് ആണെന്നൊക്കെ നമുക്കറിയാം. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നമ്മൾ ഓർഡർ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നമുക്കറിയാം. ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ existence of a set of positive real numbers. Existence of the set of positive real numbers എന്നുള്ള പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഡർ പ്രോപ്പർട്ടി ഓഫ് R നമുക്കറിയാം. There exists a unique set of non-empty subset of R satisfying 3 properties: closure property under addition, closure property under multiplication, and trichotomy property. അത് വെച്ചിട്ട് we have defined some relations on the set of real numbers. Less than, greater than, less than or equal to, greater than or equal to relations ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. We say that A is less than B if A minus B is B minus A is positive. We say that A is less than B and A is less than B or B is greater than A. അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ സപ്പോസ് ഞാൻ 1 2 3 എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കാം. എ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സിമ്പിൾ ഫൈനൈറ്റ് സെറ്റ്. ഈ 1 2 3 ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഏതാണ്? എന്താണ് ഗ്രേറ്റസ്റ്റ് എലമെന്റ് നോക്കിക്കേ. ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഓഫ് എ സെറ്റ് is an element in that set. ആ സെറ്റിൽ തന്നെ എലമെന്റ് ആയിരിക്കണം, ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കണം. അപ്പൊ 1 2 3 എന്നുള്ള സെറ്റില് ഏതാണ് ഗ്രേറ്റസ്റ്റ് എലമെന്റ്? ഉണ്ടോ? ഗ്രേറ്റസ്റ്റ് എലമെന്റ് is 3. ആരും പറയുന്നില്ലല്ലോ. എല്ലാ എലമെന്റ്സിനേക്കാളും വലുതാണ്, ആ സെറ്റിലെ തന്നെ എലമെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. ലീസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാലോ, ലീസ്റ്റ് എലമെന്റ് ഓഫ് ദ സെറ്റ് 1 ആണ്. ഇനി
അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും പറയാമോ ഈ സെറ്റിന്? ഞാനിവിടെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് എഴുതിയേക്കുന്നത് ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഓഫ് സെറ്റ് എ ആണ് കേട്ടോ. ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഓഫ് സെറ്റ് എ, ലീസ്റ്റ് എലമെന്റ് ഓഫ് സെറ്റ് എ. ഇതാകെ ഒരു ഗ്രേറ്റസ്റ്റ് എലമെന്റേ ഉള്ളൂ, ദാറ്റ് ഇസ് 3. ആകെ ഒരു ലീസ്റ്റ് എലമെന്റേ ഉള്ളൂ, ദാറ്റ് ഇസ് 1. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട്? Upper bound of a set is an element in the space S such that it is greater than or equal to each and every element of the set. അപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് എലമെന്റ് 3 ഒരു അപ്പർ ബൗണ്ട് ആണല്ലോ, ആണ്. ആ സെറ്റ് എയിലെ തന്നെ എലമെന്റ് ആവണമെന്നില്ല എന്ന് പറഞ്ഞു ഗ്രേറ്റസ്റ്റ് അപ്പർ ബൗണ്ട് പറയുമ്പോൾ. അപ്പൊ അപ്പർ ബൗണ്ട് ഓഫ് എ ഒന്ന് പറയാമോ? അപ്പർ ബൗണ്ട് ഓഫ് എ 3 ഒരു അപ്പർ ബൗണ്ട് ആണല്ലോ, ആണ്. 3നേക്കാളും വലിയൊരു നമ്പർ പറഞ്ഞാലോ ഞാൻ? ഈ സെറ്റിലെ എലമെന്റ് ആവണം എന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയോ is a real number, upper bound of A is a real number, belongs to R ആയ മതി, such that every element of the set, ആ എലമെന്റ് നമ്മൾ എടുക്കുന്ന ആ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞ എലമെന്റ് should be greater than or equal to each and every element of the set A. So 1നേക്കാളും വലുതായിരിക്കണം, 2നേക്കാളും വലുതായിരിക്കണം, 3നേക്കാളും വലുതായിരിക്കണം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പൊ ഞാൻ യു എന്നാ വിളിക്കണമെങ്കിൽ യുവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, 2 ആൻഡ് 3. So 3 എന്നുള്ള നമ്പർ 1 greater than or equal to 3 ആണ്, 2 greater than or equal to 3 ആണ്, 3 greater than or equal to 3 ആണ്. So 3 is an upper bound. Now can you say some more upper bounds for the set A? 4 ഒരു അപ്പർ ബൗണ്ട് ആണോ? ഫോർ ഒരു അപ്പർ ബൗണ്ട് ആണോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. ഞാൻ റെക്കോർഡും ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കണേ, നിങ്ങളോട് വർത്താനം പറയാതിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഞാൻ എഡിറ്റ് ചെയ്യേണ്ടി വരും, ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാല് എനിക്ക് അതിനുള്ള നേരം കിട്ടത്തില്ല. അപ്പർ ബൗണ്ട് ഓഫ് എ എന്ന് പറയുമ്പോഴത്തേക്കും 3 അപ്പർ ബൗണ്ട് ആണെന്ന് പറഞ്ഞു, 4 അപ്പർ ബൗണ്ട് ആണ് അല്ലേ? 5ഉം 6ഉം ഏത് വേണമെങ്കിലും എടുക്കാം. 3.5 എടുത്താലോ? 3.5 is a real number and it is greater than or equal to each and every element of the set A. So 3.5 is also an upper bound. അപ്പൊ 3 മാത്രല്ല, 4ഉം 5ഉം ഉള്ള നാച്ചുറൽ നമ്പേഴ്സ് മാത്രല്ല, 3നേക്കാളും വലുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഈ സെറ്റ് എയുടെ അപ്പർ ബൗണ്ട് തന്നെയാണ്. ഇറാഷണൽ നമ്പേഴ്സ് വേണമെങ്കിലും വരാം, റാഷണൽ നമ്പർ തന്നെ വേണമെന്നില്ല. 3.11111 വരാം, 3.00001 വരാം, ആൻഡ് 3 ആൻഡ് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഇറാഷണൽ നമ്പർ പറഞ്ഞാലും പൈ എന്ന് പറഞ്ഞാലും ഈസ് ആൻ അപ്പർ ബൗണ്ട്. ഓക്കെ, സോ അപ്പർ ബൗണ്ട് ഓഫ് എ എന്നല്ല നമ്മളിപ്പോ പറയേണ്ടി വരിക, അപ്പർ ബൗണ്ട്സ് ഓഫ് എ ആർ 3 ആൻഡ് എനി റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. They are upper bounds. Similarly, lower boundum നമുക്ക് സെറ്റിൽ തന്നെ എലമെന്റ് ആവണമെന്നില്ല. So there are many lower bounds. There are infinitely many lower bounds. They are 1 and any number less than 1. Any real number less than or equal to 1 are lower bounds of the set A. So that is the difference between greatest element and upper bound. Greatest element, if it exists, it is unique. And that element should be an element in that set. ഞാനിപ്പോ പറയുന്നതൊക്കെ ആക്ച്വലി യു ഹാവ് ടു പ്രൂവ് ഇറ്റ് അല്ലെ. ഞാൻ യുണീക്ക് ആണെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പോരാ, ആക്ച്വലി അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളത് ഫസ്റ്റ് സെമ്മിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ആൻഡ് യു ക്യാൻ ട്രൈ ഇറ്റ് നൗ. ചെയ്ത് നോക്കാൻ വേണ്ടി, പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇനി കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പ്രൂവ് ചെയ്ത് തരാം. അപ്പർ ബൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകം? അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ദ എന്ന് എഴുതിയില്ല, കാരണം ഇഫ് an upper bound exists for a set, if you have a set which has an upper bound, it will have infinitely many upper bounds. So ഒരു സെറ്റിന് ഒരു upper bound ഉണ്ടെങ്കിൽ, if k is an upper bound of a set S, then any real number greater than or equal to k will be also an upper bound for that set. So upper bound, if it exists, it is not unique. There are infinitely many upper bounds for the set. Lower bound അതുപോലെ തന്നെയാണ്, അത് യുണീക്ക് അല്ല. if it exist ചെയ്യാതിരിക്കാം. ഫോർ എക്സാമ്പിൾ എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം എന്ന് ഞാൻ പറയുന്നു. അതെന്താണ്? ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സെറ്റ് പറയാണ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n.
1 2 3 4 എക്സെട്ര. ഈ സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് പറഞ്ഞേ. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു റിയൽ നമ്പർ ആയിരിക്കണം. n is clearly this is a subset of R, n is also a subset of R. ആൻഡ് എന്നിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഒരു റിയൽ നമ്പർ ആയാൽ മതി. എന്നിലെ തന്നെ എലമെന്റ് ഒന്നും ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു റിയൽ നമ്പർ ആയാൽ മതി. ഒരു റിയൽ നമ്പർ പക്ഷേ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനേക്കാളും വലുതായിരിക്കണം. എല്ലാ നാച്ചുറൽ നമ്പർ എടുത്താൽ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും n is less than or equal to that number for your upper bound. ഏത് u എന്നാണെങ്കിൽ that u should be greater than or equal to x for every x in n. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പറിനേക്കാളും വലിയ ആയിട്ടുള്ള ഒരു റിയൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റിയൽ നമ്പർ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾ ഏത് റിയൽ നമ്പർ എടുത്താലും, ഞാനൊരു റിയൽ നമ്പർ എടുക്കുവാണ്, ഏറ്റവും വലിയൊരു റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എടുക്കുകയാണ്, ലെറ്റ് ഇറ്റ് ബി ഒരു ക്യാപിറ്റൽ എം. അതിനെ ഞാൻ ഏറ്റവും വലിയ റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞാൽ എം പ്ലസ് സംതിങ് അല്ലെങ്കിൽ എമ്മിന്റെ റൈറ്റ് സൈഡിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എഗെയിൻ എമ്മും എം പ്ലസ് വണ്ണും കൂടി എടുത്തു, അതിന്റെ ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും. So that number is bigger than m. So you cannot find out a number which is greater than or equal to each and every natural number. So such a natural number, such an upper bound does not exist. Appo n does not have an upper bound. Greatest element undo nu vecha greatest element illa. Least element undu, 1 aanu least element. Upper bound undo, upper bound illa. ഞാനിവിടെ ടിക്ക് ഇടാം. ഇല്ല എന്നുള്ളതിനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനുണ്ട് ലീസ്റ്റ് എലമെന്റ് ഉണ്ട്. വൺ ഈസ് ലീസ്റ്റ് എലമെന്റ്, ഈസ് ദ ലീസ്റ്റ് എലമെന്റ് ഓഫ് എൻ. അപ്പർ ബൗണ്ട് ഇല്ല. ലോവർ ബൗണ്ട് ഉണ്ടോ? ലോവർ ബൗണ്ട് ഉണ്ട്. ലോവർ ബൗണ്ട് ഉണ്ട്. ഏതാണ് ലോവർ ബൗണ്ട്? 1 ഒരു ലോവർ ബൗണ്ട് ആണ്. 1 മാത്രമാണോ ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ അല്ല. എനി നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെ തന്നെ എഴുതാം. എനി റിയൽ നമ്പർ less than or equal to 1 is a lower bound for set of natural numbers n. Now what about greatest lower bound and least upper bound? Supremum. Supremum എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? സുപ്രീമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. സുപ്രീമം ഓഫ് ആദ്യം നമ്മൾ നമ്മൾ ആദ്യം എടുത്ത എ എന്നുള്ള സെറ്റ് തന്നെ നോക്കാം. സുപ്രീമം ഓഫ് ദാറ്റ് സെറ്റ്, സുപ്രീമം ഓഫ് എ ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ. LUB എന്നും കൂടെ എഴുതാറുണ്ട് നമ്മൾ. എയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയാൽ അതിന്റെ ലീസ്റ്റ് എലമെന്റ് നോക്കിയാൽ മതി. അപ്പർ ബൗണ്ട്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എനി റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഈസ് ആൻ അപ്പർ ബൗണ്ട്. 3യും 3 തുടങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാം അപ്പർ ബൗണ്ട്സ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ് അല്ലേ? സോ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇനി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അതിനെയാണ് ഇൻഫിമം എന്ന് പറയുന്നത്. ഇൻഫിമം ഓഫ് എ, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, GLB എന്നും കൂടെ പറയാറുണ്ട്. GLB ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ട്സിന്റെ ഗ്രേറ്റസ്റ്റ് എലമെന്റ്. ലോവർ ബൗണ്ട്സ് ഓഫ് എ ഏതൊക്കെയാണ്? ലോവർ ബൗണ്ട്സ് എന്ന് പറയുന്നത് 1ഉം 1നേക്കാൾ ചെറിയ എല്ലാ നമ്പേഴ്സും ലോവർ ബൗണ്ട്സ് ആണ്. അപ്പൊ നിങ്ങളിങ്ങനെ മനസ്സിലാലോചിക്കുക. 1 2 3 എന്ന് പറഞ്ഞ സെറ്റ് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഈ 1 2 3 ആ 1 ലെഫ്റ്റ് സൈഡിലെ ബൗണ്ട്, 3 റൈറ്റ് സൈഡിലെ ബൗണ്ട്, അങ്ങനെ ഒരു ബൗണ്ട് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഗ്രേറ്റസ്റ്റ് എലമെന്റും അല്ലെ ലീസ്റ്റ് എലമെന്റ് എന്ന് എനിക്ക് പറയാം. ആ എലമെന്റ്സ് ആണ് റൈറ്റ് എൻഡിൽ വരുന്ന പോയിന്റ് ആണ് ആ ഗ്രേറ്റസ്റ്റ് എലമെന്റ്, ലെഫ്റ്റ് എൻഡിൽ വരുന്ന പോയിന്റ് ആണ് ലീസ്റ്റ് എലമെന്റ്. അതിന്റെ ഈ ഗ്രേറ്റസ്റ്റ് എലമെന്റും അതിനേക്കാൾ വലുതായിട്ടുള്ള സ്പേസിലെ മൊത്തം പോയിന്റ്സും എന്താണ്? അപ്പർ ബൗണ്ട്സ് ആണ്. ഈ ലീസ്റ്റ് എലമെന്റും അതിനേക്കാളും ചെറുതായിട്ട് വരുന്ന സ്പേസിലെ എല്ലാ പോയിന്റ്സും ലോവർ ബൗണ്ട് ആണ്. ഈ പറയുന്ന ഗ്രേറ്റസ്റ്റ് എലമെന്റും ലീസ്റ്റ് എലമെന്റും അപ്പൊ നമുക്ക് സുപ്രീമോ അപ്പൊ ഈ അപ്പർ ബൗണ്ട്സിൽ ഏറ്റവും ചെറുത്. അപ്പൊ ആ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടെങ്കിൽ അതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടെങ്കിൽ അതാണ് ആ സുപ്രീമം നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ലീസ്റ്റ് എലമെന്റും അതിനേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാമാണ് ലോവർ ബൗണ്ട്സ് ആയിട്ട് വന്നത്. അപ്പൊ ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നതാണ് ലോവർ ബൗണ്ട്സിലെ ഏറ്റവും വലുത്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഇൻഫിമം എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് ശരിയാണോ അല്ലെങ്കിൽ ആ പറഞ്ഞത് തന്നെയാണോ? ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നതും സുപ്രീമോ എന്ന് പറയുന്നതും എന്താണ് വ്യത്യാസം എന്നൊന്ന് ആലോചിക്കണേ. അപ്പൊ നല്ലതായിരിക്കും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് എലമെന്റും സുപ്രീമോ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞു ഗ്രേറ്റസ്റ്റ് എലമെന്റ്, ഒരു സെറ്റിന്റെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടെങ്കിൽ
ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടെങ്കിൽ അതൊരു അപ്പർ ബൗണ്ടുമാണ്, അതായിരിക്കും ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. അതും അതിനേക്കാൾ വലിയ എല്ലാ നമ്പേഴ്സും അപ്പർ ബൗണ്ട്സ് ആയിരിക്കും. അപ്പൊ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും സുപ്രീമം. സുപ്രീമത്തിനെ നമുക്ക് ഒന്നും കൂടി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് പ്രൂവ് ചെയ്യാം ഇഫ് സെറ്റ് ഹാസ് എ ഗ്രേറ്റസ്റ്റ് എലമെന്റ്. ഇഫ് ദ ഗ്രേറ്റസ്റ്റ് എലമെന്റ് if it exists, it is the supremum of that set എന്ന് പറയാൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാം. ഇനി ഗ്രേറ്റസ്റ്റ് എലമെന്റ് എല്ലാ സെറ്റിനും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം നോക്കിക്കേ, ഇവിടുത്തെ സുപ്രീമം നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള സെറ്റില് എന്താണ് സുപ്രീമം എന്ന് പറയുന്നത്? സുപ്രീമം എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട്സിന്റെ ലീസ്റ്റ് എലമെന്റ് ആണ്. അപ്പർ ബൗണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ സുപ്രീമം ആക്ച്വലി ഇല്ല. ദെൻ വി ഡിഫൈൻ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഇൻഫിനിറ്റി എന്ന് എഴുതും. അത് ഇപ്പൊ നമ്മൾ എഴുതിയിട്ടില്ല. എന്താണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ഒന്നും അല്ല. ദാറ്റ് ഈസ് ആക്ച്വലി എ കൺസെപ്റ്റ് അല്ലെ. ഏറ്റവും എന്താ പറയാ, റിയൽ നമ്പേഴ്സ് എല്ലാത്തിനേക്കാളും വലുത്, അല്ലെങ്കിൽ അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു, അല്ലെ വലുത് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ സുപ്രീമം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന് സുപ്രീമം ഇല്ല. വി ഡി നോട്ട് വേറൊരു അൺബൗണ്ടഡ് എബോവ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ അൺബൗണ്ടഡ് എബോവ് ആയിട്ടുള്ള സെറ്റിന്റെ സുപ്രീമം വി ഡി നോട്ട് ഇറ്റ് ആസ് ഇൻഫിനിറ്റി. പക്ഷെ സുപ്രീമം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീമം ഇല്ല. ഓക്കെ, ഇനി ഇൻഫിമം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇൻഫിമം എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ട്സിലെ ഏറ്റവും വലിയ നമ്പർ. ലോവർ ബൗണ്ട്സ് ഏതാണ്? 1ഉം അതിനേക്കാൾ ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സും ലോവർ ബൗണ്ട്സ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. അപ്പൊ ഇത് ഉണ്ട്, ലീസ്റ്റ് എലമെന്റ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഉണ്ട്, ആൻഡ് ദാറ്റ് നമ്പർ ഇസ് 1. അവിടെ ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അതായത് ഇൻഫിമോ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇനി നമ്മൾ വേറൊരു സെറ്റും കൂടി ഒന്ന് നോക്കാം. കാരണം ഈ ഗ്രേറ്റസ്റ്റ് എലമെന്റ് തന്നെയാണോ സുപ്രീമം, ലീസ്റ്റ് എലമെന്റ് തന്നെയാണോ ഇൻഫിമം എന്നുള്ളൊരു ഡൗട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലാത്ത ഒരു എക്സാമ്പിളും കൂടി നോക്കിയാലേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ വേറൊരു സെറ്റ് എടുക്കുകയാണ്. സേ ഓപ്പൺ ഇന്റർവൽ 0 1. ഓപ്പൺ ഇന്റർവൽ 0 1ന്റെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എലമെന്റ് ആയിരിക്കണം, ആ സെറ്റിലെ എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കണം. വേഗം പറയും, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഫയൽ സൈസും കൂടും. പെട്ടെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവൽ 0 1ലെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് എലമെന്റിന്റെ ഡെഫിനിഷൻ മറന്നുപോയെങ്കിൽ ഒന്നും കൂടെ നോക്കിക്കോ. ആ സെറ്റിലെ തന്നെ എലമെന്റ് ആയിരിക്കണം, ഓപ്പൺ ഇന്റർവൽ 0 1ലെ തന്നെ എലമെന്റ് ആയിരിക്കണം, ഓപ്പൺ ഇന്റർവൽ 0 1ലെ എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കണം. വലുതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവാം. ഓപ്പൺ ഇന്റർവൽ 0 1ലെ എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കണം, ഓപ്പൺ ഇന്റർവൽ 0 1ലെ തന്നെ എലമെന്റ് ആയിരിക്കണം. ആ സെറ്റിലെ ഏറ്റവും വലിയ എലമെന്റ് ഏതാത്? പറയൂ. ഹലോ, ക്ലാസ് കേൾക്കുന്നുണ്ടോ? ക്ലാസ് നിർത്തണോ? ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്നത് എനിക്ക് എന്റെ മനസ്സിൽ ആ റെക്കോർഡിങ് കിടക്കുന്നുണ്ട്, ഫയൽ സൈസ് കൂടുന്നു എന്നുള്ള മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ അതവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഞാൻ പറയുന്ന ക്ലാസ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗ്രേറ്റസ്റ്റ് എലമെന്റ്, ലീസ്റ്റ് എലമെന്റ്, അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട്, സുപ്രീമോ, ഇൻഫിമോ. മനസ്സിലായില്ലേ? ഒരു റിപ്ലൈ ഇല്ല. ഞാൻ ഏതായാലും പറഞ്ഞു തീർത്തിട്ട് എന്റെ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യാം.
ഓപ്പൺ ഇന്റർവൽ 0, 1 ഒരു എലമെന്റ് ഏറ്റവും വലിയ എലമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് പറയാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും 1 ആണോ എന്ന്. പക്ഷെ 1 എന്ന് പറയുന്ന നമ്പർ ഈ സെറ്റിലില്ല. 1 എന്ന് പറയുന്നത് നമ്പർ വരെയുള്ള ഓപ്പൺ ഇന്റർവൽ 0, 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 0 തുടങ്ങി 1 വരെയുള്ള നമ്പേഴ്സിൽ 0യും 1ഉം ഉൾപ്പെടുന്നില്ല. അവിടെ വരെയുള്ള അതിന്റെ എ നമ്പർ റിയൽ നമ്പർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സ്ട്രിക്ട്ലി ലൈങ് ബിറ്റ്വീൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1. ഈ സെറ്റാണ് ഓപ്പൺ ഇന്റർവൽ 0 എന്ന് പറഞ്ഞത്. അപ്പോൾ 1 എന്ന് പറയുന്ന നമ്പർ ആക്ച്വലി അവിടെ ഇല്ല. പിന്നെ ആ സെറ്റിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എത്ര 1ന്റെ ഏറ്റവും അടുത്തുള്ള ഒരു നമ്പർ നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല. ആ നമ്പർ ഇപ്പോൾ ഞാൻ പറയുന്ന നമ്പർ സപ്പോസ് ഏതെങ്കിലും ഒരു നമ്പർ എക്സ് എന്നോ എന്തെങ്കിലും ആണെങ്കിൽ ആ എക്സ് 1ന്റെയും ഇടയ്ക്ക് you can find out infinitely many rationals and irrational numbers between that x and 1. So such a number does not exist. This ഇനി വേറെ ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ബാച്ചിൽ ക്ലാസ് എടുത്തപ്പോഴത്തേക്കും ഒരു നല്ല ബുദ്ധിയുള്ള ഒരു കൊച്ചു ചോദിച്ചു 0.999999 എക്സെട്ര. ആ നമ്പർ എന്ത് പറയുന്നു മിസ് എന്ന് ചോദിച്ചു. ആക്ച്വലി ആ നമ്പർ എന്താണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 0.9999 എക്സെട്ര ഇസ് നത്തിങ് ബട്ട് 1. അത് നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ഉത്തരം കണ്ടുപിടിച്ചോളൂ. നിങ്ങൾക്ക് വരാത്തൊരു സംശയമാണ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, എന്താണ് 0.9999 എക്സെട്ര. ദാറ്റ് നമ്പർ വിൽ കൺവേഴ്സ് ടു 1 അല്ലെങ്കിൽ ദാറ്റ് നമ്പർ ഇസ് സെയിം ആസ് 1. അത് നിങ്ങൾ അങ്ങനെ ഒരു നമ്പർ അല്ല. ഇതിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഗ്രേറ്റസ്റ്റ് എലിമെന്റ് ഇല്ല. ലീസ്റ്റ് എലിമെന്റോ ഇല്ല ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഇല്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലീസ്റ്റ് എലിമെന്റ്. 0 ആണെന്ന് തോന്നാം, പക്ഷെ 0 ആ സെറ്റിലെ എലിമെന്റ് അല്ല. ലീസ്റ്റ് എലിമെന്റ് ഷുഡ് ബി ആൻ എലിമെന്റ് ഇൻ ദാറ്റ് സെറ്റ്. സോ 0 സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട് അതല്ല, 0 അല്ല ലീസ്റ്റ് എലിമെന്റ്. 0നേക്കാളും വലുതും എന്നാൽ ഈ സെറ്റില് ഏറ്റവും ചെറുതുമായിരിക്കണം എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഏത് നമ്പർ നമ്മൾ ഏതൊരു റിയൽ നമ്പർ ബിറ്റ്വീൻ 0നും 1 അടുക്കള ഏത് റിയൽ നമ്പർ പറഞ്ഞാലും ആ നമ്പറിനേക്കാളും ആ നമ്പറിന്റെ 0ന്റെ ഇടയ്ക്ക് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽസ് ആൻഡ് ഇറാഷണൽസ്. സോ ഈ സെറ്റിന് അപ്പർ ബൗണ്ട്, അപ്പൊ ഗ്രേറ്റസ്റ്റ് എലിമെന്റ് ഇല്ല, ലീസ്റ്റ് എലിമെന്റ് ഇല്ല. അപ്പർ ബൗണ്ട് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ബൗണ്ട് ഈ സെറ്റിലെ തന്നെ എലിമെന്റ് ആവണമെന്നില്ല. ഒരു റിയൽ നമ്പർ ആയാൽ മതി ഈ സെറ്റിലെ എല്ലാ എലിമെന്റ്സിനേക്കാളും വലുതായിരിക്കണം എന്നുള്ളൂ. സോ അപ്പർ ബൗണ്ട് ഉണ്ട്. ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി അപ്പർ ബൗണ്ട്സ്. എനി റിയൽ നമ്പർ 1ഉം അതിനേക്കാൾ വലുതുമായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സ് അപ്പർ ബൗണ്ട് ആണ്. അതുപോലെ തന്നെ ലോവർ ബൗണ്ട്സും ഉണ്ട്. കാരണം 0 ഒരു ലോവർ ബൗണ്ട് ആണ്. എനി റിയൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് ഓൾസോ എ ലോവർ ബൗണ്ട്. ഓക്കെ, വാട്ട് ഇസ് സുപ്രീമം? സുപ്രീമം എന്ന് പറയുന്നതാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട്സിലെ ഏറ്റവും ചെറുത് 1ഉം അതിനേക്കാൾ വലുത് എല്ലാ റിയൽ നമ്പേഴ്സും ആണ് അപ്പർ ബൗണ്ട്സ്. അപ്പൊ അതിൽ ഏറ്റവും ചെറുത് 1 ആണ് ഇവിടുത്തെ സുപ്രീമം. ലീസ്റ്റ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ ലോവർ ബൗണ്ട്സിലെ ഏറ്റവും വലുത്. ലോവർ ബൗണ്ട്സ് ഏതാണ്? 0യും 0നേക്കാളും ചെറുത് എല്ലാ റിയൽ നമ്പേഴ്സും ആണ് ലോവർ ബൗണ്ട്സ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ 0 ആണ്. സോ ഇറ്റ് ഓൾസോ എക്സിസ്റ്റ്. അപ്പൊ ഇതില് 3ഉം തമ്മിൽ വ്യത്യാസമുണ്ട്. ഗ്രേറ്റസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നതും അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതും സുപ്രീമോ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗ്രേറ്റസ്റ്റ് എലിമെന്റും അപ്പർ ബൗണ്ടും സുപ്രീമോവും ആ സെറ്റിലെ എലിമെന്റ്സിനേക്കാളും വലുതാണ് എന്നത് ശരി തന്നെ. 3 ആണെങ്കിലും ഗ്രേറ്റസ്റ്റ് എലിമെന്റ് ആണെങ്കിലും അപ്പർ ബൗണ്ട് ആണെങ്കിലും സുപ്രീമോ ആണെങ്കിലും സെറ്റിലെ എലിമെന്റ്സിനേക്കാളും വലുതാണെന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഗ്രേറ്റസ്റ്റ് എലിമെന്റ് ആ സെറ്റിൽ തന്നെ വേണം, അപ്പർ ബൗണ്ട് സെറ്റിൽ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. സെറ്റിലല്ലാത്ത റിയൽ നമ്പർ ആവാം. അപ്പർ ബൗണ്ട് പക്ഷെ ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി എണ്ണം ഉണ്ടാവും, യുണീക്ക് അല്ല. ഗ്രേറ്റസ്റ്റ് എലിമെന്റ് ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആണ്. സുപ്രീമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സെറ്റിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഓപ്പൺ ഇന്റർവൽ 0, 1ന്റെ സുപ്രീമം 1 ആണ്, അത് ആ സെറ്റിലില്ല. വേറാസ് 1, 2, 3 എന്നുള്ള സെറ്റിന്റെ സുപ്രീമം 3 ആണ്, അത് ആ സെറ്റിലുണ്ട്. സുപ്രീമം എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പർ ബൗണ്ട് ഇല്ലാത്ത ഒരു സെറ്റിന് സുപ്രീമവും ഇല്ല. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിന് അപ്പർ ബൗണ്ട്സ് ഇല്ല, സോ അതുകൊണ്ട് സുപ്രീമോ ഇല്ല. അതേസമയം ഗ്രേറ്റസ്റ്റ് എലിമെന്റ് ഇല്ലാത്ത സെറ്റിനും സുപ്രീമോ ഉണ്ടാവാം. ഗ്രേറ്റസ്റ്റ് എലിമെന്റ് ഉണ്ടെങ്കിൽ സുപ്രീമോവും ഗ്രേറ്റസ്റ്റ് എലിമെന്റും ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ ഗ്രേറ്റസ്റ്റ് എലിമെന്റ് ഇല്ലാത്ത ഒരു സെറ്റിനും അപ്പർ ബൗണ്ട് ഉണ്ടാവാം. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ സുപ്രീമോ ഉണ്ടാവും. ഓക്കെ,
ഇതൊക്കെ തന്നെയാണ് ആ ലീസ്റ്റ് എലമെന്റിന്റെയും ലോവർ ബൗണ്ടിന്റെയും ഇൻഫിമത്തിന്റെയും കേസിലും ഉള്ള ഡിഫറൻസ്. ലീസ്റ്റ് എലമെന്റ് സെറ്റിൽ തന്നെ വേണം, സെറ്റിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ലീസ്റ്റ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് സെറ്റിൽ ഉണ്ടാവണം എന്നില്ല, ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റ്ലി മെനി ഉണ്ടാവും, യുണീക്ക് അല്ല. കാരണം സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, അതിന് ഒരു ലോവർ ബൗണ്ട് ഇല്ല. ലോവർ ബൗണ്ട് ഇല്ല, അത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയും. പക്ഷെ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്പർ അല്ല. ഓക്കെ, അതിനൊരു ലോവർ ബൗണ്ട് ഇല്ല. ഇനി ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി ഉണ്ടാവും. ഇൻഫിമോ എന്ന് പറയുന്നതും സെറ്റിലെ എലമെന്റ്സിനേക്കാളും ചെറുതാണ്, പക്ഷെ അത് ലീസ്റ്റ് എലമെന്റ് ആണെന്നില്ല. ലീസ്റ്റ് എലമെന്റ് ഉള്ള ഒരു സെറ്റിന് ലീസ്റ്റ് എലമെന്റ് തന്നെയായിരിക്കും ഇൻഫിമോ, പക്ഷെ ലീസ്റ്റ് എലമെന്റ് ഇല്ലാത്ത സെറ്റിനും ലോവർ ബൗണ്ട് ഉണ്ടാവാം. ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫിമോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓപ്പൺ ഇന്റർവൽ 0, 1 ലീസ്റ്റ് എലമെന്റ് ഇല്ല, പക്ഷെ 0 ഇസ് ദി ഇൻഫിമോ. ഇൻഫിമോ ഉണ്ട്, ലോവർ ബൗണ്ടും ഉണ്ട്, ഇൻഫിമോ ഉണ്ട്. ഓക്കെ.